ഹലോ എവ്രി വൺ. ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഞാനിന്ന് എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയതുകൊണ്ട് എണീറ്റപ്പോൾ തന്നെ നല്ല ഒരു ഇരുട്ട് പോലെ ആയിരുന്നു റൂമിലൊക്കെ. അപ്പോഴത്തേക്ക് നല്ല മഴക്കോളുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ പെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല. ഇന്നാണെങ്കിൽ എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് പണിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ചു. ചായ കുടിക്കാൻ ഇന്ന് എപ്പോഴും എൻ്റെ കൂടെ കമ്പനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. വാപ്പ ചായ കുടിക്കില്ല. അങ്ങനെ ഉമ്മ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് മടിച്ചു, പിന്നെ ആൾ വന്നു. എന്നാലും എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ട, ഞാൻ സൈഡിൽ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമെന്നല്ല, കട്ടൻ ചായയെ ഞാൻ രാവിലെ കുടിക്കാറുള്ളൂ. പിന്നെ വൈകിട്ടും എൻ്റെ ഒരു കംഫർട്ട് ചായ കട്ടൻ ചായയാണ് കേട്ടോ. അങ്ങനെ കുറേ സമയം ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു ഇരുത്തത്തിനാണ് എനിക്ക് എപ്പോഴും എൻ്റെ സമയം മൊത്തം പോകുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ഗാർഡനിങ്ങിലേക്കാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് പുതിയ എന്തെങ്കിലും ചെടികൾ നട്ടുപിടിപ്പിക്കുക, പിന്നെ എന്തെങ്കിലും സീഡ്സൊക്കെ ഇടാനുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വാപ്പ പറഞ്ഞു വാപ്പൻ്റെ കൂടെ ലൈബ്രറിക്ക് വരണം, എന്തൊരു ബുക്ക് തപ്പാനുണ്ട് നോക്കി പറഞ്ഞു. അങ്ങനെ വാപ്പൻ്റെ കൂടെ ലൈബ്രറി പോകുന്ന വഴിക്ക് ആൾക്ക് എന്തോ ഒരാളെ കണ്ടു, ഒരാളെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ എന്തോ സൈക്കിളിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മൾ ലൈബ്രറി കയറി. ഇത് കവരത്തി ഐലൻഡ് ലൈബ്രറിയാണ് കേട്ടോ, പബ്ലിക് ലൈബ്രറിയാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ബുക്സ് ഉണ്ട്. ഒരുപാട് റെഫറൻസിന് പറ്റിയ ബുക്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാപ്പ ഇപ്പോൾ വന്നിരിക്കുന്നത് സ്റ്റെനോഗ്രാഫീൻ്റെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും റെഫറൻസ് ബുക്ക് മേടിക്കാനാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പിള്ളേരൊക്കെ ട്യൂഷന് വരുന്നുണ്ട്. അപ്പോൾ വാപ്പ പണ്ടത്തെ സ്റ്റെനോഗ്രാഫി ടീച്ചറാണ്. പക്ഷേ എങ്കിൽ സ്റ്റെനോഗ്രാഫീൻ്റെ ഒറ്റ ബുക്കും ലൈബ്രറിയിൽ ഉണ്ടായില്ല. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. എതിലിൻ കാത്തൂനെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാത്തുവാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് മൊത്തത്തിൽ ഭയങ്കര ഒരു ഹെക്റ്റിക് ഡേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ റംസാനാണല്ലോ വരുന്നത്, അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ 3 പേര്, ഞാനും ഉമ്മയും ജമീനയും കൂടെ അതിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഫുഡ് ഇന്ന് എന്തായാലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് മാത്രമേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ ലഞ്ചിന്. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ അവർ 2 പേരും വീഡിയോയിൽ എന്തായാലും വരുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, പണീൻ്റെ ഇടയ്ക്കായതുകൊണ്ട് ഡ്രസ്സിങ് അത്ര നല്ലതല്ല. പിന്നെ എന്തായാലും ഇനി ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് അടുത്ത പരിപാടിക്ക് കയറാം എന്ന് വെച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് ഉറങ്ങിയിട്ടോ. അങ്ങനെ ഉറങ്ങിയിട്ട് റംസാനിന് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനെന്ന് പറഞ്ഞിട്ട് ഞാനും എതിലിനും വാപ്പയും പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ റംസാൻ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഷോപ്പിംഗ് വീഡിയോ. പിന്നെ അതിന് മുമ്പത്തെ വർഷം എടുത്തിട്ടുണ്ട്. അന്ന് എതിലിൻ ഭയങ്കര ചെറുതായിരുന്നു. പിന്നെ അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവൾക്ക് ഈ വക പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കൂടെ കൂട്ടിയത്. വരുമ്പോൾ തന്നെ കുറേ ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇതൊക്കെ മേടിക്കാൻ. അല്ലെങ്കിൽ തന്നെ പിള്ളേർ നമ്മുടെ കൂടെ വരുമ്പോൾ അവർക്കൊരു പ്ലാനൊക്കെ ഉണ്ടാവും എന്തെങ്കിലും എടുക്കണമെന്നൊക്കെ. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു റംസാനിന്. പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ എനിക്കെന്തോ ഈ പ്രാവശ്യം അധികം എന്തോ സാധനം വാങ്ങാൻ തോന്നാത്ത പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാതറിങ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ എതിലിനെ കൂടെ കൂട്ടാം എന്ന് വെച്ചു. അപ്പോൾ അവൾക്കും കുറച്ച് ഫ്രീ ആവുമല്ലോ, ഇന്ന് എവിടെയും പോയിട്ടില്ല. അങ്ങനെ സഹതാപം തോന്നി കൂടെ കൂട്ടിയതാണ് കേട്ടോ. തിരിച്ചു വരുന്നത് വരെ അടിപൊളിയായിരിക്കും, ഒന്നും കച്ചറ ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിലാണ് കൂടെ കൂട്ടിയത്. അപ്പോൾ സമീനയ്ക്ക് ബൈ പറഞ്ഞിട്ട് ഞങ്ങളിത് ഇറങ്ങി കേട്ടോ. പിന്നെ ഇന്നത്തെ ഗ്യാതറിങ് പറഞ്ഞത് ഇവരുമായിട്ടാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പ് KVയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഗ്യാങ് ആയിരുന്നു. പിന്നെ സച്ചു ട്രാൻസ്ഫറായി പോയി. ഇപ്പോൾ ഉഷു ഇവിടുന്ന് പോവുകയാണ്. ഹസ്ബൻഡിന് ഇവിടെ ജോബ് ഉണ്ടായിരുന്നു, ആൾക്കിവിടെ ട്രാൻസ്ഫർ ആയിട്ട് ആൾ ഇവിടെ നിന്ന് ഫുള്ളായിട്ട് പോവുകയാണ്. അങ്ങനെ കുറേ സമയം സംസാരിച്ച് ചിരിച്ചിട്ടൊക്കെ ഇരുന്നു. കുറേ കാലത്തിന് ശേഷം കണ്ടിട്ട് അങ്ങനെ കുറേ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ഉണ്ടായിരുന്നു, അതിന് പോവാണ്. ഇത് നമ്മുടെ ജീനയുടെ ഫ്രണ്ട് സൈറ. വേറെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഏതൊരു വീഡിയോ കോളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈറയുടെ വെഡ്ഡിങ് ആണ് ഇന്ന്. അപ്പോൾ രാത്രിയിലത്തെ ഒരു ഫംഗ്ഷനാണ്, അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആ വീഡിയോയും കൂടി കാണും. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കല്യാണത്തിന് പോയി. ഞാൻ ആ മൊത്തം ഡീറ്റെയിൽഡ് ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ലക്ഷദ്വീപ് കല്യാണം കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. കേരളത്തെ പോലെ ഒന്നുമല്ല. കൂടുതൽ കല്യാണം വീടുകളിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്, ഓഡിറ്റോറിയംസിലൊന്നുമല്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മൂത്താപ്പയുടെ വീട്ടിൽ പോയി. അവിടെ സലാഹിന് വണ്ടിയില്ല, ആളവിടെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കൂട്ടാൻ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പതിവ് പോലത്തെ ഒരു നൈറ്റ് ഔട്ടിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ ആൻഡ് ടേക്ക് കെയർ.